നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ്ബിലേക്ക് സ്വാഗതം. നമ്മൾ SCERT ആണ് ക്ലാസ് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ SCERT 5th പാർട്ട് 2 ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിലെ 9ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ശേഷിക്കുന്നത് 2 ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ 10ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഈ 10ാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ 6th ഓൾഡ് SCERTയിലെ കുറച്ച് പോർഷൻസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് റാങ്ക് ഫയലിലൊക്കെ കണ്ടുവന്നിട്ടുള്ളതും PYQയിലൊക്കെ ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ഭാഗങ്ങളായതുകൊണ്ടാണ് അതിവിടെ ആഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഫാക്റ്റ് തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും കിടക്കാം. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ കുറച്ച് പോർഷൻസൊക്കെ നമുക്ക് ഇതിലേത് അങ്ങനെ തന്നെ പഠിച്ചു പോകാം. പിന്നെ അഡീഷൻസ് നമുക്ക് കുറച്ച് ഭാഗങ്ങളിൽ ആഡ് ചെയ്യാനുണ്ട്, അതും കൂടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നക്ഷത്രങ്ങളെന്ന് പറയുന്നത് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് നമ്മുടെ ഗാലക്സികളെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ദിശയിൽ വ്യതിയാനത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്ലാനറ്റ്സിലോട്ട് വരികയാണ്. സ്വയം കറങ്ങുന്നതും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ ഒന്നും സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്കുള്ള ചൂടും പ്രകാശവും ലഭിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ പഠിക്കാം, അറിയുന്ന കാര്യങ്ങളായിരിക്കാം, എങ്കിലും ഒരു റിവിഷൻ പോലെയും എടുക്കാം. അപ്പോൾ ഗ്രഹങ്ങളിൽ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമെന്ന് പറയുന്നത്. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. ശുക്രൻ എന്ന് പറയുന്നത് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇനി ശനിയാണ് വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് ഉള്ളത്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ്. ഇനി ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. നെപ്റ്റ്യൂണാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അപ്പം ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധന്, അകലെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ഓക്കെ, അടുത്തത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. അത് ഓർത്തിരിക്കണം, സ്ഥലം എവിടെയാണെന്ന്. എങ്ങാനും മാച്ച് ദ ഫോളോയിങ്ങിൽ ഇതുപോലുള്ള ശാസ്ത്രജ്ഞരും അവരുടെ സ്ഥലവും കൂടി തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനെ കൊണ്ട് സാധിക്കും. അപ്പം കോപ്പർനിക്കസ് പോളണ്ടുകാരനാണ്. അദ്ദേഹമാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇനി സൗരയൂഥം ഉൾപ്പെടുന്ന നമ്മുടെ ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് എന്താണ് വാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ, കോമറ്റ്സ് എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണത്രേ വാൽ നക്ഷത്രങ്ങൾ. അപ്പോൾ അവർ അല്ലെങ്കിൽ ധൂമകേതുക്കൾ, പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ സൂര്യൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നതാണ്. അപ്പോൾ അതാണ് വാൽ നക്ഷത്രങ്ങൾ. ഇനി ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ. അടുത്തത് കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡോർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതായിരിക്കും, ഗോളാകൃതിയുമായിരിക്കും. അത്തരം വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹത്തേക്കാൾ ചെറുതും എന്നാൽ ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്.
ഇനി ഉൽക്കകളെക്കുറിച്ച് പറയുമ്പോൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീറ്റിയോർസ് എന്ന് പറയുന്നത്. ഈ മീറ്റിയോർ ഷവർ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് ലെയർ ഉണ്ടല്ലോ, നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുമല്ലോ, അറ്റ്മോസ്ഫിയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. അത് മിസോസ്ഫിയറിലാണ് കേട്ടോ. മീറ്റിയോർ ഷവർ നടക്കുന്നത് മിസോസ്ഫിയറിലാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ രാത്രി സമയങ്ങളിൽ അത് അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് ആകാശത്ത് നമ്മൾ കാണപ്പെടുന്നുണ്ട്. സെക്കൻഡുകൾ കൊണ്ടത് കത്തിത്തീരുകയും ചെയ്യും. ഇനി അടുത്തത്, ഗ്രഹങ്ങൾക്ക് ചുറ്റും എന്താണ് ഉപഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി എന്താണ് നക്ഷത്രമാസം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം ഓർത്തോണേ സംഖ്യ 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. അപ്പോൾ നക്ഷത്രമാസം എന്ന് പറയുന്നത് ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. അടുത്തത്, ഇനി സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഭ്രമണപഥം എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റിയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? വൃത്താകൃതിയല്ല, ദീർഘവൃത്താകൃതിയിലാണ് ഭ്രമണപഥത്തിലൂടെ ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഇനി ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലമാണ് ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത്. ഇനി സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ സുനിത വില്യംസ് പറഞ്ഞൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞതാരാണെന്ന് ചോദിച്ചാൽ അത് സുനിത വില്യംസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ഇക്വേറ്ററിൻ്റെ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിയുടേത്. ഈ ആകൃതിയെ വിളിക്കുന്നതാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കണം, ജിയോയിഡും ജിയോഡസിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ജിയോഡസി എന്താണ്? ജിയോഡസി 2022 PYQ ആണ്. ജിയോഡസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭൂമിയുടെ ഒരു ജാമിതീയ രൂപം, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്നിവയെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അളക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ അളവെടുക്കുക, അതിൻ്റെ പ്രതിപാദനം, അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്? ജിയോഡസി എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഷേപ്പാണ്. എർത്തിൻ്റെ ഷേപ്പിനെയാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോയിഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഓർത്തോണം, അന്ന് അങ്ങനെ പറയുകയാണ്. ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പം ഇവിടെയാണ് നമ്മൾ പറഞ്ഞ സിക്സ്ത്തിലെ ഓൾഡ് SCERTയുടെ കുറച്ച് പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. 6th ഓൾഡ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ റാങ്ക് ഫയലുകളിലും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചാണ്. BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവിടെയാണ് BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകനായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്.
ആശയം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് തെയിൽസാണ്. അരിസ്റ്റോട്ടിലും പൈതഗോറസുമാണ് ഇത് സ്ഥാപിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് ഒരുപാട് വിയോജിപ്പുകളുണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ്, നമ്മൾ മുമ്പേ പറഞ്ഞു, കോപ്പർനിക്കസ് ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോപ്പർനിക്കസ് ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ ഒരു വർക്കുണ്ട്, ഓൺ ദി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എന്ന് പറയുന്ന വർക്ക്. അതിലും ഇല്ലേ, ഞാൻ അഡീഷണലായിട്ട് പറഞ്ഞതാണ്. ഓൺ ദി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ആണ്. ഏതാണ്? ഓൺ ദി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ രചിച്ചത് കോപ്പർനിക്കസ് ആണ്. പൈതഗോറസ് ആണ് എന്താണ് ഭൗമകേന്ദ്രവാദം എന്ന ആശയം. നമ്മൾ മുമ്പേ പറഞ്ഞ ശേഷം ഇവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ പൈതഗോറസിൻ്റെ. അപ്പോൾ പൈതഗോറസ് ആണ് ഭൗമകേന്ദ്രവാദം അല്ലെങ്കിൽ ജിയോസെൻട്രിക് തിയറി എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഇനിയും അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിലും പിന്നീട് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ, അതിനു മുന്നേ ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതാണ് തെയിൽസ്. ഭൗമകേന്ദ്രവാദം, ജിയോസെൻട്രിക് തിയറി, ഭൂമിയാണ് കേന്ദ്രം എന്നുള്ള തരത്തിലുള്ള തിയറി മുന്നോട്ട് വെച്ചത് പൈതഗോറസ് ആണ്. ആ തിയറിയാണ് പൈതഗോറസ് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കോപ്പർനിക്കസ് ആണ്. ഓൺ ദി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എഴുതിയ കോപ്പർനിക്കസ് ആണ്. ഇത്രയും ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ പോസ് ചെയ്തൊന്നും കൂടി ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകണേ. ഇനി നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചു. പിന്നെ മഗല്ലൻ എന്ന നാവികൻ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്. ഇനി ഐസക് ന്യൂട്ടൻ്റെ കാര്യം. ഐസക് ന്യൂട്ടനാണ് ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തിയത്. മറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ ജിയോയിഡ് ഷേപ്പ്, അതായത് ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒന്നും കൂടി നോക്കാം, മനസ്സിലായവർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളവർ അത് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഇനി അല്ലാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. എന്നാൽ പൈതഗോറസ് ആണ് ഭൗമകേന്ദ്രവാദം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ. ഇനി തെയിൽസ് മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ സമർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കുന്നത് ഗ്രീക്ക് തത്വചിന്തകരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ്. പിന്നീട് കോപ്പർനിക്കസ് ഈ ഒരു ആശയത്തെ പിന്താങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഓൺ ദി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയർ എന്ന് പറയുന്നത്. പിന്നീട് മഗല്ലനാണ് കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ. ആര്യഭട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം അത് കറങ്ങുന്നുണ്ടെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ. ഇനിയും ഓക്കെ, പിന്നീട് ഐസക് ന്യൂട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് കൃത്യമായ ഗോളാകൃതി എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് എന്താണ് അത് ജിയോയിഡ് ഷേപ്പാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് സ്ഥാപിക്കുന്നത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഇനിയും കുറച്ച് അഡീഷണൽ പോയിൻറ്സും കൂടി ഞാൻ പറയാം. അഡീഷണൽ പോയിൻറ്സ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഇവിടെ ഇതും റാങ്ക് ഫയലിലൊക്കെ ഉള്ളതാണ്, ഇറാത്തോസ്തനീസ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹമാണ് BC 3-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ് ആണ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചു. ഇത് 2,50,000 സ്റ്റേഡിയാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ് സ്റ്റേഡിയ എന്ന് പറയുന്നത്. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സ്റ്റേഡിയ എന്ന് പറയുന്നത് ആ കാലത്ത് ഗ്രീസിൽ ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റാണ്. അപ്പോൾ BC 3-ാം നൂറ്റാണ്ടിലാണ് ഇറാത്തോസ്തനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയാണെന്ന് കണ്ടുപിടിച്ചത്. ഇവിടെ ഈ ഇറാത്തോസ്തനീസിൻ്റെ 2 വർക്കുകളുണ്ട്, മിൻസ്, ഹെർമിസ് എന്നിവയാണ്. മിൻസ് 2 ഹെർമിസ്.
ഇത് ഇറാത്തോസ്തനീസിൻ്റെ വർക്കാണ് മിൻസും ഹെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 1-2 അഡീഷണൽ പോയിൻറ്റ്സ് കൂടെ പഠിച്ചിട്ട് പോകാമേ. നമ്മൾ പറഞ്ഞു കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മഗല്ലനാണെന്ന്. എന്നാൽ ജീൻ ബാലിവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കനേഡിയൻ സാഹസിക സഞ്ചാരിയുണ്ട്. അദ്ദേഹം 11 വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ച കാനഡക്കാരനാണ്. അതാരാണെന്ന് ചോദിച്ചാൽ ജീൻ ബാലിവോയാണ്. 11 വർഷങ്ങൾ കൊണ്ട് കാൽനടയായിട്ടും ഉണ്ട്, കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ചത് ജീൻ ബാലിവോയാണ്. എന്നാൽ 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയത് ഫ്രാൻകോയിസ് ഗബാട്ട് എന്ന ഫ്രാൻസുകാരനാണ്. 42 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയത് ആരാണ്? ഫ്രാൻകോയിസ് ഗബാട്ടാണ്. ഭൂമിയുടെ ഭാരം ആദ്യമായിട്ട് കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷാണ് ഭൂമിയുടെ ഭാരം ആദ്യമായിട്ട് കണക്കാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക. ഇനിയും നമ്മൾ PYQ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം കൂടി ഒന്ന് നോക്കാം. ഭൂമിയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ലോക ഭൗമ ദിനം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏപ്രിൽ 22 ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്ന് പറയുന്നത്. ഏതാണ് ലോക ഭൗമദിനം? ലോക ഭൗമദിനം ഏപ്രിൽ 22 നമ്മൾ 1970 ഏപ്രിൽ 22 ആദ്യമായിട്ട് ലോക ഭൗമദിനം ആചരിച്ചത്. ഭൗമദിനത്തിൻ്റെ 50ാമത്തെ വാർഷികം നമ്മൾ ആചരിച്ചത് 2020 അപ്പോൾ ഈ 2025 ലോക ഭൗമദിനത്തിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പവർ അവർ പ്ലാനറ്റ് എന്ന് പറയുന്നതാണ്. അവർ പവർ അവർ പ്ലാനറ്റ് ആണ് 2025 നമ്മുടെ ഭൗമദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. 2024 പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് 2024. 22-ലും 23-ലും ഒരേ തീം തന്നെയാണ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ആണ് 2023 തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം എന്ന് പറയുന്നത്. 25 നമ്മുടെ തീമാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ന്യൂ SCERT തിരിച്ചു വരാം. ഇതിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമ്മൾ വായിക്കണം. ഇനി ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് എന്ത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ ചുറ്റുന്നത് റെവല്യൂഷന്, സ്വയം അച്ചുതണ്ടിലെ റൊട്ടേഷന്, അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെയാണ് നമ്മളൊരു വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സീസൺസ് അനുഭവപ്പെടുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിക്കാം. വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ്. വെതർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ്. അതായത് ഇന്ന് മഴയാണ്, ഇന്ന് എത്ര ചൂടുണ്ട്, ഇന്നത്തെ ദിനാന്തരീക്ഷം എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കുന്നത്. അതാണ് വെതർ എന്ന് പറയുന്നത്. അപ്പം നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി പറയുന്നത് ക്ലൈമറ്റ് എന്നല്ലേ, ഇന്ന് ഈ ക്ലൈമറ്റാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ വെതറിൻ്റെ ആവറേജ്, ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ലോങ് പീരീഡ് എടുത്തിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കാം. വരുന്നില്ലല്ലോ. ഇതാണ്. ഇത് WMOയുടെ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൽ
പറയുന്നുണ്ട്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻ ഫോർ എ പർട്ടിക്കുലർ ലൊക്കേഷൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ranging from months to thousands or millions of years. WMO uses a 30-year period to determine the average climate. അപ്പോൾ WMO എത്ര വർഷത്തെ ആവറേജ് എടുത്തിട്ടാണ് അവിടുത്തെ ക്ലൈമറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 30 വർഷത്തെയാണ് കേട്ടോ. അപ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ആണെന്നും കൂടി ഓർത്തിരിക്കുക. അതിൽ റേഞ്ചിങ് ഫ്രം ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, റേഞ്ചിങ് ഫ്രം മന്ത്സ് ടു 1000 or millions of years എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയും ഇവിടെ SK പൊറ്റക്കാടിൻ്റെ ഒരു കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ കുറച്ച് പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കൃതിയാണെന്ന് വെച്ചാൽ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ നിന്നുള്ളതാണ്. അത് SK പൊറ്റക്കാടിൻ്റെ കൃതിയാണെന്നും കൂടി ഓർത്തിരിക്കുക. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, ഇത് ഓൾഡ് SCERTയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാതിരാ സൂര്യൻ്റെ നാടെന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നോർവേ ആണ്. യൂറോപ്പിൻ്റെ നോർത്തേൺ സൈഡിൽ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലധികവും മഞ്ഞു മൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായിട്ടുള്ള പകലും 6 മാസത്തോളം തുടർച്ചയായിട്ടുള്ള രാത്രിയുമാണ്. ഇത് നമ്മൾ ജോഗ്രഫിയിലെ സീസൺസ് പഠിക്കുമ്പോൾ സണ്ണിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. പോളാർ റീജിയനിൽ 6 മാസം അങ്ങനെയാണല്ലോ, അതായത് അവിടെ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇരുട്ടും അതുപോലെ തന്നെ പകലുമൊക്കെ ആണ് വരുന്നത്. ഓക്കെ, ഇനിയും ഇവിടുത്തെ ഈ ധ്രുവപ്രദേശങ്ങളിലെ ഒരു തദ്ദേശീയ വിഭാഗമാണ് ഇന്യൂട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ എന്ന് പറയുന്നത്. അതവിടെ ഉള്ളവരാണെന്ന് ഓർത്തിരിക്കുക. അപ്പം പിന്നെ ഇഗ്ലൂ വീട് നമുക്കറിയാം, ധ്രുവപ്രദേശങ്ങളിൽ തദ്ദേശീയർ അധിവസിക്കുന്ന ഒരു ഇടമാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഒരു മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. അതിൽ അവിടെ ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും 6ാം ക്ലാസ്സിലെയൊക്കെ SCERTയിലാണ് വേറെ ഗോത്രവിഭാഗങ്ങളെക്കുറിച്ചും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഇവിടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വറ്റി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കെനിയയിലെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ചാണ്. അവിടെ കൊടും വരൾച്ചയുണ്ട്, മഴ കിട്ടിയിട്ട് വർഷങ്ങളാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ പലരും മരിച്ചു വീഴുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മഴ തിരിച്ചു തരൂ അല്ലെങ്കിൽ തിരിച്ചു തരാനാകുമോ തുടങ്ങി റെലവൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനം ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടറിൽ നടന്നപ്പോഴാണ് ഇത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണമാണ്, പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ തീമും കൂടെ നമുക്ക് നോക്കാം. ഈ വർഷത്തെ 2025 തീം എന്ന് പറയുന്നത്, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. അവർ പ്ലാനറ്റ് എർത്ത് ഡേയുടെ ആയിരുന്നു. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീമാണ്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ധ്രുവപ്രദേശത്ത് മഞ്ഞുരുകും, വരൾച്ച ഉണ്ടാകും, കാലം തെറ്റിയ മഴ, പിന്നെ സമുദ്രനിരപ്പിലെ ഉയർച്ച, സുനാമി, ആഗോള താപനില ഉയരും, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിത കേരളം മിഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. ഹരിതകർമ്മസേനയും നമ്മുടെ പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കർമ്മ പരിപാടികളാണ് കേട്ടോ. ഹരിതകർമ്മസേനയും പച്ചത്തുരുത്തും ഹരിത കേരളം മിഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അടുത്ത ചാപ്റ്ററോട് കൂടി നമ്മൾ 5th കംപ്ലീറ്റ് ആക്കും. 5th പാർട്ട് 2 കംപ്ലീറ്റ് ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ 6th കയറും. അപ്പോൾ 5th ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്ക് ബൈ.